പാപം നിറഞ്ഞ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ ചുറ്റും ഇന്ന് നാം വീക്ഷിക്കുകയാണെങ്കിൽ മനുഷ്യൻ അനുദിനവും വലിയ വലിയ പാപങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത് ഭാഗത്തിരിക്കുക എന്ന് കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു. ഇവിടെ കർത്താവ് എന്ന് പറയുന്നത് യഹോവയായ ദൈവത്തെയും എൻ്റെ കർത്താവ് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെയും, അതുപോലെ തന്നെ ശത്രുക്കൾ എന്ന് പറയുന്നത് ആ പാപത്തെയോ അല്ലെങ്കിൽ പിശാചിനെയോ സൂചിപ്പിക്കുന്ന ഒന്നാണ്. അവസാന കാലഘട്ടത്തിൽ പിശാചിനെ പൂർണ്ണമായിട്ടും ഈ ലോകത്തിൽ നിന്നും തുടച്ചു നീക്കപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാകും എന്ന് വചനം വാഗ്ദത്തം ചെയ്യുകയാണ്. എന്നാൽ മനുഷ്യൻ ഇന്ന് പാപത്തിന് അടിമപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ ലോകത്തിന്റെ അധിപതിയായ പിശാചിന് ഒത്തവണ്ണം അവൻ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ലോകത്തിന്റെ സ്നേഹിതൻ ആകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന് ശത്രുവായി തീരുന്നു എന്നതാണ്. നാം ദൈവത്തിന് ശത്രുവായാണോ ജീവിക്കുന്നത്? നമ്മുടെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കണം. നാം അത് പരിശോധിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. നാം ദൈവത്തിന് അനുസൃതമായിട്ട്, കർത്താവിന് അനുകൂലമായിട്ട് ജീവിക്കണം എന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്.